ഹായ്, SP ഉള്ളതാണ്. ഇന്ന് കൽപ്പറ്റ ടൗൺഷിപ്പ് സർക്കാർ കൈമാറുന്ന സന്ദർഭത്തിൽ കോൺഗ്രസ്സുകാരും കേരളത്തിലെ പ്രതിപക്ഷ അംഗങ്ങളെല്ലാം നിരനിരയായി നിന്ന് ഫോട്ടോഷൂട്ട് നടത്തിയതിന് ശേഷം പറയുന്നുണ്ട്, ഇത് സർക്കാരിൻ്റെ പൈസയല്ല, ജനങ്ങളുടെ കാശാണത്രേ. ആണോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. വയനാട് ദുരന്തം നടക്കുന്ന പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ അയ്യോ അതിന് പൈസ കൊടുക്കല്ലേ എന്ന് നാട് നീളെ ചില ഓൺലൈൻ മഞ്ഞ മാധ്യമങ്ങൾ, ചില അലവലാതി നാവുകൾ, മാരാർ നാവുകളുണ്ടല്ലോ, ആ നാവുകൾ, കോൺഗ്രസുമായിട്ട് അടുത്ത് സഹകരിച്ച് പ്രവർത്തിക്കുന്നവർ, ഒപ്പം തന്നെ കോൺഗ്രസ് നേതാക്കന്മാർ, ലീഗുകാർ, ഇവരെല്ലാം ചെറിയൊരു വിഹിതം ഏത് കൊടുത്തു? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഈ വയനാട് ദുരന്തത്തെ സഹായിക്കാൻ വേണ്ടി കൊടുത്തു എന്നുള്ള യാഥാർത്ഥ്യമാണ്. അതിനുശേഷം ഇവർ എന്ത് ചെയ്തു? സ്വന്തം നിലയ്ക്ക് ഫണ്ട് പിരിച്ചു, ആണല്ലോ. അപ്പോൾ കോൺഗ്രസ് സ്വന്തം നിലയ്ക്ക് ഫണ്ട് പിരിച്ചു, ലീഗ് സ്വന്തം നിലയ്ക്ക് ഫണ്ട് പിരിച്ചു. ഇനി സംഘപരിവാറുകാർ പിരിച്ചോ ഇല്ലയോ എന്നറിയില്ല, ചിലപ്പോൾ ഇതിൻ്റെ പേരിലും പിരിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും ഒരു കാര്യമുണ്ടായി, നിങ്ങൾ ആലോചിക്കേണ്ടത്, ഈ കോൺഗ്രസ് സ്വന്തം നിലയ്ക്ക് പണപ്പിരിവ് നടത്തുമ്പോൾ അതിലേക്ക് ഏറ്റവും കൂടുതൽ പൈസ കൈമാറിയിട്ടുള്ളത് ആരായിരിക്കും? കോൺഗ്രസ്സുകാരാണ്. ലീഗും സ്വന്തം നിലയ്ക്ക് പിരിച്ചു. ലീഗുകാരപ്പോൾ മെജോറിറ്റി ആർക്ക് കൊടുത്തിട്ടുണ്ട്? ലീഗിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ആപ്പ് വഴിയുള്ള പിരിവിലേക്ക് അവരും കാശ് കൊടുത്തു. സംഘപരിവാറുകാർ കൊടുക്കരുത് എന്ന നിലയ്ക്ക് ഇതിൽ ഒരു ഇഞ്ച് സഹായം തന്നിട്ടില്ല. സുഡാപ്പികളും മൗദൂദികളെല്ലാം ലീഗിനൊപ്പം ചേർന്നിട്ടുണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസിനൊപ്പം ചേർന്നിട്ടുണ്ട്. പോയിട്ട് അപ്പോൾ ഇത്രയും പേരുടെ പൈസ എന്തായാലും ഈ ദുരിതാശ്വാസ നിധിയിൽ ഇല്ലെന്ന് ഉറപ്പായല്ലോ. ബാക്കിയുള്ള പണം, അതായത് നിങ്ങൾ ഉൾപ്പെടാത്ത പണമാണ് ഏതിലുള്ളത്? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലുള്ളത്. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ജനമെന്ന വാക്കുകൊണ്ട് അതിനെ മൊത്തത്തിൽ അങ്ങ് അല്ലെങ്കിൽ അതിനെ കാറ്റഗറൈസ് ചെയ്യുകയാണ്? ഇത് ജനത്തിൻ്റെ പൈസയാണ്. ജനത്തിൻ്റെ കാര്യം പറയാൻ നിങ്ങൾക്ക് യാതൊരു യോഗ്യതയില്ല. കാര്യം നിങ്ങൾ ജനങ്ങളുടെ പട്ടികയിൽ പെടുന്നവരല്ല. ഈ നാടിനെ ഇഷ്ടപ്പെടുന്ന, ഇടതുപക്ഷ ആശയം പേറുന്ന, ഒപ്പം തന്നെ ആ തളർന്നുപോയ മനുഷ്യരെ രാഷ്ട്രീയം നോക്കാതെ സഹായിച്ച മനുഷ്യരാണ് നിങ്ങൾ. രാഷ്ട്രീയം നോക്കിയിട്ട് നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം കൊടുത്തവർ. ഈ ജനമെന്ന വാക്കെടുത്ത് ഇവിടെ പ്രയോഗിക്കാൻ നിൽക്കണ്ട. കുറച്ച് തൊലിക്കെട്ടി വേണം, അല്ലെങ്കിൽ അതൊക്കെ കുറച്ച് ക്ഷീണം ഉണ്ടാവും. അതുകൊണ്ട് ജനത്തിൻ്റെ പൈസ എന്നുള്ള ഒരു ഫുൾ രീതിയിലേക്ക് ഇതിനെ വില കുറയ്ക്കുകയാണ്. അതായത് ഈ നാട്ടിൽ DYFI, SFI തുടങ്ങി ഇടതുപക്ഷ യുവജന സംഘടനകൾ, ഇടതുപക്ഷ സർവീസ് സംഘടനകൾ, ഒപ്പം തന്നെ സർക്കാരും ആ വിഷയത്തിൽ എങ്ങനെയാണ് ഇടപെടാൻ പോകുന്നു എന്നതിനെ സംബന്ധിച്ചൊരു അറിയിപ്പ് കൊടുത്തപ്പോൾ, അതിനെ സംബന്ധിച്ച് അവർ വിശദീകരിച്ചപ്പോൾ, നേരത്തെയുള്ള കാര്യങ്ങളിൽ സർക്കാർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ബോധ്യമുള്ളപ്പോൾ, ഈ നാടിനെ സ്നേഹിക്കുന്ന, ഈ നാടിൻ്റെ പൗരപ്രമുഖരിൽ തുടങ്ങി സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ വരെയാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുത്തത്. അതിൽ UDFിൻ്റെ സംഭാവന എന്ന് പറഞ്ഞാൽ കേവലം 19 ലക്ഷം മാത്രമാണ്. അതിൽ സുഡാപ്പികളുടെയും മറ്റൊക്കെ ഇനി സംഭാവന ഉണ്ടോ എന്ന് തോന്നുന്നില്ല. കാര്യം കൊടുക്കരുതേ, ഇതെല്ലാം എന്ത് ചെയ്യും? അവരുടെ കൈകളിൽ എത്തില്ല എന്നാണ് പറഞ്ഞത്. എന്ത് സംഭവിച്ചു? ഇവർ പ്രചരിപ്പിച്ച, വിശ്വസിച്ച കുറേ പേരുണ്ട്. ആ കാലം കടന്നുപോയി, യാഥാർത്ഥ്യത്തിന് മുന്നിലേക്ക് വരികയാണ്. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് കത്തിയപ്പോൾ ഇവരെല്ലാം ചേർന്ന് കുറ്റം പറഞ്ഞു. പക്ഷേ അതിനെ ഒരു ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് എന്നുള്ള അത് മാറ്റിയതിന് ശേഷം അതൊരു പൂന്തോട്ടമാക്കും എന്ന് പറഞ്ഞെടുത്ത് ഇന്ന് നിങ്ങൾ പോയി നോക്കൂ, പൂന്തോട്ടമായിട്ടുണ്ടോ? വയനാട് ഫണ്ടിൽ നിങ്ങൾ പണം കൊടുക്കരുതെന്ന് പറഞ്ഞു, പക്ഷേ വാക്ക് കൊടുത്തു. അവിടെ എന്ത് വരും? ടൗൺഷിപ്പ് വരും. പ്രിയങ്ക ഗാന്ധി പോലും പറഞ്ഞു അവർ ലോകത്തൊരിടത്തും ഇത് കണ്ടിട്ടില്ല എന്ന്. അതാണ് മറ്റുള്ളവർ കാണാത്ത മുൻ മോഡലുകളില്ല, മുൻ മാതൃകകളില്ല. ആ രീതിയിൽ ഇച്ഛാശക്തിയും കാഴ്ചപ്പാടും കൊണ്ട് ഓരോ സംഭവം നടപ്പാക്കുമ്പോൾ ഇവർ അതിനെ തുരങ്കം വെച്ചവർ. ഇന്നിപ്പോൾ ജനത്തിൻ്റെ പൈസ എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ക്രെഡിറ്റ് ഇവരിലേക്ക് ചെല്ലാൻ വേണ്ടി ആ ഒരു വൃത്തികെട്ട പ്രചരണത്തെക്കുറിച്ച് നാട്ടുകാർ മനസ്സിലാക്കുക. ജനത്തിൻ്റെ പൈസയാണ്, അതെ, ജനത്തിൻ്റെ പണം. ഏത് ജനം? BJPക്കാർ, കോൺഗ്രസ്സുകാർ, ലീഗുകാർ ഉൾപ്പെടാത്ത ജനത്തിൻ്റെ പണം. ഈ നാടിനെ സ്നേഹിക്കുന്ന, ഈ നാടിൻ്റെ മതേതര ചിന്തയെക്കുറിച്ച് താല്പര്യമുള്ള, രാഷ്ട്രീയം നോക്കാതെ മനുഷ്യരെ സ്നേഹിക്കുന്ന, ഇടതുപക്ഷ ആശയം പേറുന്ന, ഒപ്പം തന്നെ ഈ സംസ്ഥാനത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി നിലകൊള്ളുന്ന മനുഷ്യരുടെ കാശ് അതിൽ നിങ്ങളില്ല. അതുകൊണ്ട് ഞങ്ങളുടെ അല്ലെങ്കിൽ ജനങ്ങളുടെ പേരും പറഞ്ഞുകൊണ്ട് അവിടെ ഫോട്ടോഷൂട്ട് നടത്താനോ അതിൻ്റെ പേര് പറഞ്ഞ് ക്രെഡിറ്റ് അടിക്കാനും ഒരുത്തനും കൽപ്പറ്റ ടൗൺഷിപ്പിൻ്റെ പടി ചവിട്ടേണ്ടതില്ല. ഈ സർക്കാരിൻ്റെ ഇച്ഛാശക്തി കൊണ്ടും ഈ സർക്കാരിൻ്റെ കാഴ്ചപ്പാട് കൊണ്ടും ആ മനുഷ്യരോടുള്ള ഒരു മാനവികത അല്ലെങ്കിൽ മനുഷ്യത്വത്തിൻ്റെ പരമായിട്ട് ചെയ്തു കൊടുത്ത പ്രവർത്തനങ്ങളെ ഇന്ന് ഉളുപ്പില്ലാതെ ക്യാമറകളുമായിട്ട് വരുമ്പോൾ, ഇന്നലകളിൽ നിങ്ങൾ പിരിച്ച പണവും നിങ്ങൾ ചെയ്തു കൊടുത്ത പ്രവർത്തനവും താരതമ്യം ചെയ്യുമ്പോൾ സർക്കാർ ചെയ്തതിനേക്കാൾ താഴെ നിൽക്കുമോ മുകളിൽ നിൽക്കുമോ എന്നതാണ് ചോദ്യം. അവിടെ 100% കണ്ടവർ പറയുന്നു, ക്വാളിറ്റി ആയിക്കോട്ടെ അല്ലെങ്കിൽ ചെയ്ത ഒരു പുതിയ ആ പ്രോജക്റ്റ് ആയിക്കോട്ടെ, അതിൽ ഏത് നോക്കിയാലും ഇതിന് ഈക്വൽട്ടായിട്ട് മറ്റൊരു സൈഡിലേക്ക് ഒരു സംഭവം വയ്ക്കാനില്ല. അതായത് ഈക്വൽ ടു കൽപ്പറ്റ എന്നുള്ളത് ഒരു വീടിന് 1 കോടിയിൽ പരം രൂപയോളം വരുന്ന ആ മനുഷ്യത്വപരമായിട്ടുള്ള പ്രവർത്തനത്തെ നിങ്ങൾ മറ്റെന്തെങ്കിലും തൂണിൽ കൊണ്ടുവന്ന് കെട്ടി അതിൻ്റെ ക്രെഡിറ്റ് കുറയ്ക്കാൻ ശ്രമിച്ചാലും
ജനം തിരിച്ചറിയും. അതുകൊണ്ട് ജനം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ആ ജനത്തിൽ അവരില്ല. നമ്മളെന്ന ജനം കൊടുത്ത പണത്തിൽ നിന്ന് ചെയ്ത കാര്യങ്ങളിൽ ഇവർ മാറി നിന്ന് കുറ്റം പറഞ്ഞ് പണം കൊടുക്കാതെ തുരങ്കം വെച്ചവർ ഇന്ന് അതിൽ അവകാശവാദം പറയുന്നുണ്ടെങ്കിൽ ഇവരെന്ന കാപട്യത്തെ ജനം തിരിച്ചറിയണം. ഏത് ജനം? കേരളത്തിലെ മനുഷ്യർ ഒരു വലിയ അപകടത്തിൽ അകപ്പെട്ട സന്ദർഭത്തിൽ അവരെ ചേർത്ത് പിടിച്ചവരാണ് ജനം. അല്ലാതെ മാറി നിന്ന് സ്വന്തം നിലയ്ക്ക് പിരിവെടുത്ത് അവർ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞ കാര്യം ചെയ്യാത്തവർ ഈ നാട്ടിൻ്റെ ജനത്തിൻ്റെ പട്ടികയിൽപ്പെടില്ല. ദുരന്തങ്ങൾ പോലും അവസരമാക്കി കണ്ടവർ, അതിൻ്റെ പേരിൽ പിരിവെടുത്തതിന് ശേഷം ജനങ്ങളെ പറ്റിച്ചവർ, അവർ ഈ ജനത്തിൻ്റെ കൂട്ടത്തിൽ പെടുമോ ഇല്ലയോ എന്ന് നിങ്ങൾ ചിന്തിക്കൂ. അതുകൊണ്ട് കൽപ്പറ്റ നമ്മളെന്ന ജനം, ഏത് ജനം? കോൺഗ്രസ്സുകാരും BJP-ക്കാരും സംഘപരിവാറുകാരും ലീഗ് ഉൾപ്പെടെയുള്ളവർ മാറ്റി നിർത്തിയിട്ടുള്ള നമ്മുടെ നാട്ടിലെ, ഈ നാടിനെ സ്നേഹിക്കുന്ന, ഈ നാടിൻ്റെ മനുഷ്യരോട് പ്രത്യേക അനുകമ്പയുള്ള സഹാനുഭൂതിയുള്ള മനുഷ്യരാണ് ആ ജനമെന്ന് നമ്മൾ ഉറപ്പിച്ചു പറയുന്നു. അതുകൊണ്ട് ജനമെന്ന വാക്കുമായിട്ട് ക്രെഡിറ്റിന് വരുന്നവരോട് ശക്തമായിട്ട് പറയുക, ഞങ്ങൾ ഉൾപ്പെടുന്ന ജനത്തിൽ നിങ്ങളില്ല എന്നുള്ളത്.